ദോഹ ആക്രമണത്തിൽ ഇസ്രായേൽ ഉപയോഗിച്ചത് റഡാറിന് കണ്ടെത്താൻ സാധിക്കാത്ത യുദ്ധോപകരണങ്ങൾ. ഇസ്രായേലിന്റെ കയ്യിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന US നിർമ്മിത F-35I യുദ്ധവിമാനങ്ങളുണ്ട്. ഇവയ്ക്ക് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സാധിക്കും. ജൂണിൽ ഇറാനിലേക്ക് കടന്ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഉപയോഗിച്ചതും ഇതേ യുദ്ധവിമാനങ്ങൾ. ഇവയാകാം ദോഹയിൽ ആക്രമണം നടത്തിയത് എന്നാണ് സൂചന. ദോഹയിലെ വെസ്റ്റ് ബേ ലഗൂണിലെ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ബ്യൂറോ അംഗങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ കെട്ടിടമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് പറയുന്നു. ഇസ്രായേലിന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ലക്ഷ്യമിട്ടത് ഈ ഒരൊറ്റ കെട്ടിടമായിരുന്നു. കുടുംബസമേതം ഉദ്യോഗസ്ഥർ താമസിക്കുന്ന പ്രദേശമാണിത്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ചാണ് ഇസ്രായേലിന്റെ ദോഹ ഓപ്പറേഷൻ നടന്നത്. റഡാറിന് കണ്ടെത്താൻ സാധിക്കാത്ത യുദ്ധോപകരണങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. 10ലേറെ യുദ്ധോപകരണങ്ങളും ആക്രമണത്തിൽ ഉപയോഗിച്ചതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രായേലിൽ നിന്നും ദോഹ ലക്ഷ്യമാക്കിയുള്ള യാത്രയ്ക്കിടെ ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾ ഇന്ധനം നിറച്ചിരുന്നു. ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും ധിക്കരിക്കുന്നതും ഖത്തറിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ടാക്കുന്നതാണ് ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമം ഊർജിതമാക്കിയ രാജ്യമാണ് ഖത്തർ. പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതായും സർക്കാർ പ്രഖ്യാപിച്ചു. അൽ ഉദൈദ് സൈനിക താവളം ഉൾപ്പെടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഖത്തർ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഉടനടി പ്രഖ്യാപിക്കുമെന്നും അവർ പറയുന്നു. ഈ ആക്രമണം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. പ്രാദേശിക സുരക്ഷയിൽ ഇസ്രായേൽ തുടർച്ചയായി കൈകടത്തുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ദോഹയിലെ ആക്രമണം. ഇത് മധ്യപൂർവ്വ ദേശത്തെ പ്രാദേശിക രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഒമാൻ നടുക്കവും രോഷവും പ്രകടിപ്പിച്ചു. ഖത്തറിന് രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഖത്തർ അമീറിനെ ഫോണിൽ അറിയിച്ചതായും വിവരങ്ങൾ. ആക്രമണങ്ങളെ ക്രിമിനൽ നടപടിയായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായും അപലപിച്ചു. ഖത്തറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒമാൻ ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണെന്ന് പറഞ്ഞു. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര സമാധാനത്തെ ഇല്ലാതാക്കുമെന്നും അതിനാൽ സംയമനവും പരമാധികാരത്തോടുള്ള ബഹുമാനവും അനിവാര്യമാണെന്നും കുവൈത്ത് പറഞ്ഞു. ഗൾഫ് സഹകരണ കൗൺസിലും ആക്രമണത്തെ അപലപിച്ചു. ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഖത്തറിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ ഖത്തർ എടുക്കുന്ന ഏത് നടപടിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സ്ഥിരതയും സുരക്ഷയും കൈവരിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ നടപടിയെന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ പറഞ്ഞു. ഗസ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്നാണ് ദോഹ ആക്രമണം സൂചിപ്പിക്കുന്നത് എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. UN ചാർട്ടറിന്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് ജോർദാൻ ഭരണകൂടം പ്രസ്താവിച്ചത്. ഇസ്രായേലിന്റെ പദ്ധതികളിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് യമനിലെ ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ മേധാവി മഹ്ദി അൽ മഷ്അത്ത് പറഞ്ഞു. ഇസ്രായേലിനെതിരെ പോരാടാൻ ഇനിയും വൈകിക്കൂടാ. സയനിസ്റ്റ് ഭീഷണി നേരിടുന്നതിൽ നാം ഒരുമിച്ചില്ലെങ്കിൽ ദോഹയിൽ സംഭവിച്ചത് മേഖലയിലെ മറ്റു രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നാണ് മഹ്ദി അൽ മഷ്അത്ത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.